നമസ്തേ. ഒരു ദിനം ഭഗവാൻ ആലോചിച്ചു, ഭൂമിയിൽ അധർമ്മം അളവറ്റ രീതിയിൽ വ്യാപിച്ചിരിക്കുന്നു. തന്നെയുമല്ല, അധർമ്മികളെല്ലാം ഒരൊറ്റ ബ്ലോക്കായി, ഒരു ഗ്രൂപ്പായി ഒരു ഭാഗത്ത് അണിനിരന്നിരിക്കുകയാണ്. ധർമ്മതൽപരരായവർക്ക്, സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വസ്ഥതയില്ല. അവർ കഷ്ടപ്പെട്ട് സമാഹരിക്കുന്നതും നേടുന്നത് പോലും ഈ അധർമ്മികൾ കൈക്കലാക്കുന്നു. ചുരുക്കത്തിൽ അധർമ്മികളായവർക്ക് മാത്രമേ ഉള്ളൂ ഐശ്വര്യം. ഈശ്വരനെ അനവരതം വിളിക്കുന്നവർ, സത്യത്തിലൂടെ ചരിക്കുന്നവർ, മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവർക്കൊക്കെ സങ്കടം നേരിടേണ്ടി വരുന്നു. ഈ അധർമ്മികളുടെ അംഗസംഖ്യ അളവറ്റ രീതിയിൽ വർദ്ധിക്കുന്നത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ദോഷമായി തീരും എന്ന് ഭഗവാന് മനസ്സിലായി. താൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഇവരെ മുച്ചൂടും മുടിക്കാം, ധർമ്മത്തെ നിലനിർത്താം. എന്നാൽ ജീവൻ കൊടുത്ത കൈകൊണ്ട് തന്നെ ജീവൻ എടുക്കുന്നത് ശരിയാണോ? അഹങ്കാരികളായ ഈ മനുഷ്യരെ കൊണ്ട് തന്നെ ഇല്ലാതാക്കിക്കാം. ഭഗവാൻ ഒരു കാര്യവും നേരിട്ട് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ഏതെങ്കിലും ഒരു ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് നെഞ്ചത്തടിച്ച് എൻ്റെ ഭഗവാനെ അത് വേണേ, അത് തരണേ, അത് തരണേ, ഇത് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏതെങ്കിലും ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ വാളും അമ്പും പരിചയും ശൂലവും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കാര്യം സാധിച്ചു തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. പിന്നെ എങ്ങനെയായി നടക്കുന്നത്? അതിനനുയോജ്യരായ മനുഷ്യരെ തന്നെ ഭഗവാൻ കണ്ടെത്തുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അധികം കാലവിളംബനം കൂടാതെ നേടാനുള്ള അവസരം ഭഗവാൻ ഒഴിവാക്കി തരും. നമുക്ക് കാര്യം നടന്നാൽ മതി. അപ്പോൾ ഭഗവാൻ നേരിട്ടൊന്നും ചെയ്യില്ല. കാരണം ഭഗവാന്റെ കയ്യിലെ കരുക്കളാണ് നമ്മെപ്പോലെയുള്ള മനുഷ്യർ. ഭഗവാന്റെ ഇച്ഛ നിറവേറ്റുവാനായി ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുന്ന കേവലം കരുക്കളാണ്, ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അത് കൃത്യമായി തന്നെ ഭാഗവതത്തിൽ നമുക്ക് കാണുവാനും കഴിയും. ഏതായാലും ഭഗവാൻ ആലോചിച്ചു, എന്താ ഇതിനൊരു മാർഗമുണ്ട്. അധർമ്മികൾ മുഴുവൻ കൗരവരുടെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുകയാണ്. അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ജരാസന്ധനുണ്ട്, രുക്മിയുണ്ട്, ശിശുപാലനുണ്ട്, അശ്വത്ഥാമാവുണ്ട്, ഇങ്ങനെ അനവധികളായ ദുർമൂർത്തികളുണ്ട്. ഇവരുടെ ശല്യം ഭൂമിക്ക് സഹിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവരെ ഇല്ലായ്മ ചെയ്യണം. അതിനെന്താ മാർഗമുണ്ട്. ഇവരുടെ ബന്ധുമിത്രാദികളെ കൊണ്ട് തന്നെ ഇവരെ തമ്മിൽ തല്ലിക്കാം. ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, നിശബ്ദരായി എല്ലാം സഹിച്ച് കിട്ടുന്നത് മാത്രം കഴിച്ച് കഴിഞ്ഞ പാണ്ഡവരെ ഭഗവാൻ തൻ്റെ മായാ പ്രവാഹത്താൽ, ഉജ്ജ്വലകരമായ ഉത്തേജനത്താൽ ഉത്തേജിപ്പിച്ച് അവരെ കർമ്മനിപുണരാക്കുന്നു. ക്ഷാത്രവീര്യം, അവരിലെ ക്ഷത്രിയ വീര്യത്തെ ഭഗവാൻ ഉണർത്തുന്നു. തുടർന്ന് അവരെ പോർക്കളത്തിലേക്ക് ഭഗവാൻ എത്തിക്കുന്നു. ഒടുക്കം കൗരവരും പാണ്ഡവരുമായി അതിബൃഹത്തായ യുദ്ധം നടക്കുന്നു. അന്ന് ഭാരതഭൂമിയിൽ ആകെ ഉണ്ടായിരുന്നത് 18 അക്ഷൗഹിണികളായിരുന്നു. ഇത് 11 അക്ഷൗഹിണിയുടെയും പിന്തുണ കിട്ടിയത് ആർക്കാ? ധർമ്മികളായ പാണ്ഡവർക്കല്ല, മറിച്ച് അധർമ്മികളായ